ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡിൻ്റെ കീഴിലുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയുടേതും ബോർഡിംഗ് മദ്രസയുടേതും 1-ാം ക്ലാസ്സിലെ തേൻനിലാവിൻ്റെ എക്സാമിൻ്റെ മോഡൽ ചോദ്യപേപ്പറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കി ഉത്തരങ്ങളൊക്കെ പഠിക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള പാഠഭാഗത്തിൽ നിന്ന് ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ഇതുപോലെയാണ് തേൻനിലാവിന്. അപ്പോൾ അത് ചോദിക്കുകയാണ് ചെയ്യുക, നിങ്ങളെ കൊണ്ട് എഴുതിക്കുകയല്ല, ചോദിച്ചിട്ട് അതിൻ്റെ ഉത്തരം ഉസ്താദിന് പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ബാക്കി ചൊല്ലാനാണ്. നമ്മൾ പാട്ടുകൾ പഠിച്ചിട്ടുണ്ടല്ലോ അതിൽ, അപ്പോൾ അതിൻ്റെ ബാക്കി ഉസ്താദിന് ചൊല്ലിക്കൊടുക്കണം. അപ്പോൾ എന്താ ഒന്നാമത് വന്നത്? നേർവഴി കാട്ടി റസൂലുള്ളാഹ്. അതിൻ്റെ ബാക്കി എന്തായിരുന്നു? നേർവഴി കാട്ടി റസൂലുള്ളാഹ് സല്ലി വസല്ലിം യാ അല്ലാഹ്. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ പാഠത്ത് പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പം അതിൻ്റെ ബാക്കി അത് പാടിക്കൊടുക്കണം. ഇനി അടുത്ത എന്താണ്? അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദാ. അതിൻ്റെ ബാക്കി പറഞ്ഞു കൊടുക്കണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചൊല്ലേണ്ട ദിക്ർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അപ്പോൾ ബാക്കി? അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദാ വറസഖനി മിൻ ഐരി ഹൗലിൻ മിന്നി വലാ ഖുവ്വത്തിൻ. അപ്പം അത് ബാക്കി പറഞ്ഞു കൊടുക്കുക. പിന്നെ അടുത്തതാ റബ്ബനാ തഖബ്ബൽ മിന്നാ. എന്തായിരുന്നു? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം കഅബ പുതുക്കി പണിഞ്ഞു. ഇസ്മായിൽ നബി അലൈഹി സ്വലാം സഹായിച്ചു. നിർമ്മാണം പൂർത്തിയായപ്പോൾ അവർ ദുആ ചെയ്തു, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അതൊക്കെ പഠിക്കുക. പിന്നെന്താണ്? വിട്ട ഭാഗം പൂരിപ്പിച്ചു കൊടുക്കണം. അഷ്ഹദു അന്ന ഡാഷ് റസൂലുള്ളാഹ്. എന്താണ്? അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അത് പറയാം. ഇവിടെ അതിവിടെ നമ്മൾ എഴുതി കൊടുക്കണം കേട്ടോ. ബാക്കി മുകളിലുള്ളത് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി. ഇത് ഇവിടെ എഴുതി കൊടുക്കണം, മുഹമ്മദ് റസൂലുള്ളാഹ് എന്നത്. പിന്നെ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. എന്തായിരുന്നു അത്? മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ദുആ അല്ലേ. അപ്പോൾ ഇവിടെ കമാ റബ്ബയാനി എന്ന് നമ്മൾ എഴുതി കൊടുക്കണം. പിന്നെ വഅലൈക്കും മുസ്സലാം വറഹ്മത്തുള്ളാഹ്. അപ്പോൾ നമുക്കവിടെ ഇടയിൽ അസ്സലാം എന്നത് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇനി ഉത്തരം പറയാനാണ്. ഉസ്താദ് ചോദിക്കും, നിങ്ങൾ ഉത്തരം പറഞ്ഞു കൊടുക്കുക. 5 നിസ്കാരങ്ങൾ ഏതെല്ലാം? 5 നിസ്കാരങ്ങൾ ഏതൊക്കെയായിരുന്നു? ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹ്. അങ്ങനെ 5 നിസ്കാരങ്ങൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ സ്വർഗത്തിൻ്റെ വാതിലുകളാണ് ആരാണ് സ്വർഗത്തിൻ്റെ വാതിലുകൾ? ഉപ്പയും ഉമ്മയും. ഉമ്മയും ഉപ്പയും സ്വർഗത്തിൻ്റെ വാതിലുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് എഴുതാം. ഇനിയാ ഹജ്ജിന് പോകുന്നു. എവിടേക്കാണ് ഹജ്ജിന് പോകുന്നത്? മുസ്ലിങ്ങൾ മക്കയിലേക്ക് ഹജ്ജിന് പോകുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഹജ്ജിന് പോകുന്നത് എവിടേക്കാണെന്ന് വെച്ചാൽ മക്ക. അടുത്തതാ ഭക്ഷണം കഴിക്കും മുമ്പ് എന്ത് ചൊല്ലണം? എന്താണ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ചൊല്ലേണ്ടത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഭക്ഷണം കഴിക്കും മുമ്പ് ചൊല്ലേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതുപോലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചൊല്ലണം ചോദ്യം ചോദിച്ചാൽ നമ്മൾ നേരത്തെ മേലെ പറഞ്ഞത് അത് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെന്താണ്? നിസ്കരിച്ചവർക്ക് എന്ത് ലഭിക്കും? നിസ്കരിച്ചവർക്ക് എന്താ ലഭിക്കുക? കൃത്യമായി നിസ്കരിക്കണം. നിസ്കരിച്ചവർക്ക് സ്വർഗം ലഭിക്കും. നിസ്കരിച്ചില്ലെങ്കിൽ നരകം ലഭിക്കും. അപ്പോൾ നമ്മൾ സ്വർഗം എന്ന് പറഞ്ഞു കൊടുക്കുക. പിന്നെന്താ? വിവരിക്കാനാണ്. ഏതെങ്കിലും ഒന്നിനെ കുറിച്ചിട്ട് വിവരിച്ചു കൊടുക്കണം. ഇവിടെ 2 തന്നിട്ടുണ്ട്. നമ്മുടെ നബിയെ കുറിച്ചിട്ട് വിവരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മാതാപിതാക്കളെ കുറിച്ചിട്ട് വിവരിച്ചു കൊടുക്കണം. നമുക്ക് ആദ്യം നമ്മുടെ നബിയെ കുറിച്ചൊന്ന് പറഞ്ഞാലോ. നമ്മൾ പാട്ടായിട്ട് പഠിച്ചിട്ടുണ്ടല്ലേ. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബിയുടെ ഉപ്പ അബ്ദുള്ള. ആമിന ബീവിയാണ് പൊന്നുമ്മ. തോഹ ജനിച്ചത് മക്കത്താണ്. അവർ വഫാത്തായത് മദീനത്താണ്.
നമുക്ക് നേർവഴി കാട്ടിയത് റസൂലുള്ളാഹയാണ്. നമുക്ക് നേർവഴി കാട്ടിയത് റസൂലുള്ളയാണ്. നബിയുടെ പേര് കേട്ടാൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലണം. അപ്പം അത്രയും നമുക്ക് നബീനെ പറ്റിയിട്ട് പറയാം. ഇനി മാതാപിതാക്കളെ പറ്റിയിട്ടാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഉമ്മയും ഉപ്പയും സ്വർഗത്തിൻ്റെ വാതിലുകളാണ്. മാതാപിതാക്കളുടെ പൊരുത്തം നേടിയാൽ സ്വർഗത്തിൽ പോകാം. നമ്മളെ മാതാപിതാക്കളെ അനുസരിക്കണം, മാതാപിതാക്കളെ സ്നേഹിക്കണം, മാതാപിതാക്കളെ ആദരിക്കണം, മാതാപിതാക്കളെ സഹായിക്കണം, മാതാപിതാക്കളെ സന്തോഷിപ്പിക്കണം, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന്. അപ്പോൾ ഇത്രയും നമുക്ക് മാതാപിതാക്കളെ കുറിച്ചിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഓരോ ചാപ്റ്ററിനെ കുറിച്ചിട്ടും ഇതുപോലെ എഴുതാൻ വന്നാലും വിവരിച്ചു കൊടുക്കാൻ വന്നാലോ, ഇബ്രാഹിം നബിയെ കുറിച്ച് വന്നാൽ അതിൽ നിന്ന് നമ്മൾ പഠിച്ചത് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. മക്കയിലുള്ള കഅബയാണ് നമ്മുടെ കിബില. നിസ്കരിക്കുമ്പോൾ നമ്മൾ കിബിലയിലേക്കാണ് തിരിഞ്ഞു നിൽക്കുന്നത്. കഅബ നിർമ്മിച്ചത് മലക്കുകളാണ്. ആദ്യം നിർമ്മിച്ചത് മലക്കുകളാണ്. പിന്നീട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അത് പുതുക്കി പണിതിട്ടുണ്ട്. ഇസ്മായിൽ അലൈഹി സ്വലാം സഹായിച്ചിട്ടുണ്ട്. നിർമ്മാണം പൂർത്തിയായപ്പോൾ അവർ ദുആ ചെയ്തു, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം എന്ന്. മുസ്ലിങ്ങൾ മക്കയിലേക്ക് ഹജ്ജിന് പോകുന്നു. അത് ദുൽഹിജ്ജ മാസത്തിലാണ്. നമുക്കും ഹജ്ജിന് പോവാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ, ആമീൻ. അങ്ങനെ ഓരോ പാഠവും നമ്മളതിൽ വായിച്ച ഓർമ്മയിൽ നമ്മൾ ഉസ്താദിന് പറഞ്ഞു കൊടുക്കണം. സലാം പറയുന്നതിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടത് കാല് വെച്ച് പുറത്തേക്ക് ഇറങ്ങണം. ഉപ്പാക്കും ഉമ്മാക്കും സലാം പറയണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നാണ് സലാം പറയേണ്ടത്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നാണ് സലാം അടക്കേണ്ടത്. അങ്ങനെ അതൊക്കെ നമ്മൾ ആ പാഠത്തെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കാൻ കഴിയണം. നിസ്കാരത്തെ കുറിച്ചിട്ട് പറയാൻ വന്നാലോ, 5 നേരം നിസ്കരിക്കണം, സമയം തെറ്റാതെ നിസ്കരിക്കണം, കൃത്യമായി നിസ്കരിക്കണം. നിസ്കരിച്ചാൽ സ്വർഗം ലഭിക്കും, നിസ്കരിച്ചില്ലെങ്കിൽ നരകവും ലഭിക്കും. ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹി ഇവയാണ് ഫർള് നിസ്കാരങ്ങൾ. സമയം അറിയാൻ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നു. അങ്ങനെയൊക്കെ നമുക്ക് ബാങ്കിനെ കുറിച്ചിട്ട് നിസ്കാരത്തെ കുറിച്ചൊക്കെ ചോദിച്ചാൽ വന്നാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അപ്പോൾ ഇത്രയാണ് ഈ ചോദ്യപേപ്പറിൻ്റെ ഉള്ളത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. ഓരോ പാഠത്തുനിന്നും എങ്ങനെ ചോദ്യങ്ങൾ വരുന്നത് അതിൽ നമ്മൾ അതിൻ്റെ ബാക്കിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതന്നെ നന്നായി മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.